നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ മരിച്ചു കളയാന്ന് ആദ്യം കരുതിയത്, പിന്നെ കരുതി വേണ്ടാന്ന്. മരിച്ചാലും ഈ അവമാനം എന്നെ വിട്ട് പോവില്ലല്ലോ. മോളെ എന്തിനാ ശ്യാമ ജീവൻ ഒടുക്കിയെന്ന് ചോദിച്ച കഥകൾ പിന്നെ പെരുകയല്ലേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോ അപമാനിച്ചത് പോരെ, എന്റെ ശവത്തെ കൂടി അപമാനിക്കണോ? എന്തൊക്കെയാണ് മോളെ, എന്തൊക്കെയാണ് നീ പറയുന്നത്? എല്ലാം കണ്ടോണ്ട് നിന്നിട്ടും ഞാൻ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ? കുഞ്ഞെ മോളെ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം ഞാൻ ഇയാളോട്. മാപ്പോ? നിങ്ങൾ എന്തിനു മാപ്പ് പറയുന്ന? മോളെ തുടരുതെന്നെ. മറുപടി പറഞ്ഞിട്ട് ഇയാളെ ഞാൻ വിടും. ശ്യാമേ പറ, മറുപടി താ എനിക്ക്. പറയ, ഒരിക്കലെങ്കിലും ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ അർത്ഥത്തിലുള്ള ഒരു നോട്ടോ ചിരിയോ ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? മറുപടി ഇല്ല അല്ലേ? പിന്നെ എന്തിനാ എന്റെ സമ്മതം ചോദിക്കാതെ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? പറയാ, എന്റെ അവകാശമായ എന്റെ ജീവിതം എന്റെ സമ്മതമില്ലാതെ അതിലേക്ക് എന്തിനു വലിച്ചു കയറി വന്നു എന്നാ ചോദിച്ചത്. തകർന്നു പോയത് എന്റെ ജീവിതമാ. അത് മടക്കി തരാൻ പറ്റുമോ ആർക്കെങ്കിലും? അമ്മയ്ക്ക് പറ്റുമോ? മോളെ, അച്ഛനോ? കുഞ്ഞിച്ചെ കൊണ്ട് പറ്റുമോ? എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയല്ലേ കുഞ്ഞേച്ചി. അമ്മ പറയുമ്പോഴത്തെ സാരോപദേശം ഒന്നും വേണ്ട. ഞാൻ ഇനി എന്താ വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. പഴയ ശ്യാമയായിട്ട് എനിക്കെന്റെ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുമോ? താലിയോ ഭർത്താവോ കുടുംബമോ ഒന്നും വേണ്ട. എന്റെ അമ്മയ്ക്കൊപ്പം ആ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞുള്ള ജീവിത അവസാനം വരെ അതിനെന്നെ സമ്മതിക്കോ? നിങ്ങള് സമ്മതിക്കോന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.